നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അതായത് നമ്മൾ ഒരുപാട് പാർട്ടിസിപ്പൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഇതിലുള്ള പങ്കാളികൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഇതിലൊക്കെ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷനിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളതിൽ പറഞ്ഞു നിക്ഷേപകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു, ട്രേഡർമാർ ഉണ്ടാകും എന്ന് പറഞ്ഞു, NSE BSE പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു, ബ്രോക്കേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതാണ് ബ്രോക്കേഴ്സിലായിട്ട് നമ്മൾ നിർത്തിയിരുന്നത്. അപ്പൊ ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, ഇന്ന് ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കോളുകൾ വരാം, പല ബ്രോക്കേഴ്സിന്റെ നിന്നൊക്കെ കോളുകൾ വന്നിട്ടുണ്ടാകാം. ഇന്ന ബ്രോക്കർ ഇതിൽ എടുക്കാൻ വേണ്ടി, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കോളുകൾ വന്നിട്ടുണ്ടാവാം. അപ്പോ ഇന്ന് ഒരു കാലഘട്ടം വരെ ഒരൊറ്റ ടൈപ്പ് ഓഫ് ബ്രോക്കർ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ പറയാം ഫുൾ സർവീസ് ബ്രോക്കർ എന്നാ പറയാം. ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഫുൾ സർവീസ് ബ്രോക്കറും ഉണ്ട്, ഡിസ്കൗണ്ട് ബ്രോക്കറും ഉണ്ട് മാർക്കറ്റിൽ. അപ്പോ എന്താണ് ഫുൾ സർവീസ് ബ്രോക്കർ, എന്താണ് ഡിസ്കൗണ്ട് ബ്രോക്കർ എന്നുള്ളത് നമുക്കറിയേണ്ടത് അല്ലെ. ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറയുമ്പോ നമ്മൾ ഇതിന്റെ ഡിഫറൻസ് ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫുൾ സർവീസ് ബ്രോക്കർ? ഫുൾ സർവീസ് ബ്രോക്കറിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഫുൾ സർവീസ് ബ്രോക്കറിലുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമറിന് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഡെഡിക്കേറ്റഡ് ടൈം. നമുക്ക് പോലും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങിയിട്ടോ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇതിലുള്ള എംപ്ലോയീസിന് പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമവ്യവസ്ഥയുണ്ട്. എന്താ കാരണം, നമ്മുടെ ഫോക്കസ് ട്രേഡിംഗിലേക്ക് പോകുമ്പോൾ കസ്റ്റമറെ സെർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അതാണ് ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഈ റിലേഷൻഷിപ്പ് മാനേജർ ആവശ്യം വരുന്നത്? റിലേഷൻഷിപ്പ് മാനേജർ ആവശ്യം വരുന്നത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പർട്ടിക്കുലർ സ്റ്റോക്കുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഡൗട്ടുകൾ, എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസുകൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് പറഞ്ഞപ്പോ പറഞ്ഞു ഒരുപാട് സ്റ്റോക്കുകൾ മാർക്കറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇഷ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പഴയ സ്റ്റോക്കുകൾ പലരും എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പല സ്റ്റോക്കുകളും ഈ ടേമിലൊക്കെ പിന്നീട് വരാം, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ പല സ്റ്റോക്കുകൾ നമ്മൾ പറഞ്ഞു ഡിവിഡൻഡ് ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചില കസ്റ്റമേഴ്സിന് ചിലപ്പോൾ ഡിവിഡൻഡ് കിട്ടാതിരിക്കാം. ചിലപ്പോ അവരെന്തെങ്കിലും അക്കൗണ്ട് നമ്പറിൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഡിമാറ്റ് അവര് ഈ പറയുന്ന കമ്പനിയിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് തെറ്റായിരിക്കാം. അങ്ങനെ ഒരുപാട് ഘടകങ്ങള് ഈ പറയുന്ന സർവീസുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹ്യൂജ് ക്യാപിറ്റലാണ് അല്ലെ. നമ്മൾ സാധാരണ ഒരു ബാങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിൽ ഒരു ജീവനക്കാരൻ ഉണ്ടാകും നമുക്ക് എപ്പോഴും സെർവ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ബാങ്ക് ഫുൾ ഓൺലൈനിലാണ്. നമ്മള് ഡയറക്റ്റ് ബോംബെയിലേക്ക് വിളിച്ചാലാണ്, ഇവരൊക്കെ ഹെഡ് ഓഫീസ് ബോംബെയിലായിരിക്കും, ബോംബെയിലേക്ക് വിളിച്ചാലാണ് നമ്മുടെ പണത്തിന്റെ വിഡ്രോലും നമ്മുടെ പണം എങ്ങനെ മൂവ് ചെയ്യണം, എന്താണ് നമുക്ക് ഡെപ്പോസിറ്റിന്റെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അതേപോലെ തന്നെ നമ്മളൊരു ഹ്യൂജ് മണിയാണ് നമ്മൾ എന്ത് ഇടുന്നത്, ഷെയറിൽ ഇടുന്നത്. ഷെയറിൽ ഇടുന്ന പറയുമ്പോൾ നാളെ ഷെയറിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ ഇൻഫോർമേഷൻ, കിട്ടാവുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുൾ സർവീസ് ബ്രോക്കർ വേണം. അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവും ഫുൾ സർവീസ് ബ്രോക്കറിൽ. അതേസമയം ഡിസ്കൗണ്ട് ബ്രോക്കറിൽ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാവില്ല. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, മാർക്കറ്റിൽ ഒരുപാട് ഡിസ്കൗണ്ട് ബ്രോക്കർ ഉണ്ട്. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്രോക്കറേജ് ഫീ ഇല്ല. അപ്പൊ ഇതിനാണ് ഒന്നാമത്തെ ഡിഫറൻസ് പറയുന്നത്, അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാകും എന്നുള്ളതാണ് ഫുൾ സർവീസ് ബ്രോക്കറുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി റിസർച്ച് റിപ്പോർട്ട്സ് അനലിസ്റ്റ് കോൾസ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ. നമുക്ക് എപ്പോഴും ഇൻഫർമേഷൻ ആണ് ഇതിലെപ്പോഴും വിജയം കൈവരിക്കുന്ന ഒരു സാധനം അല്ലെ. നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ക്ലാസ് പോലും ഇൻഫോർമേഷൻ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ എന്താ ഗുണം? ഇൻഫോർമേഷൻ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ആക്ഷനും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആക്ഷൻ ബെസ്റ്റ് ആവുന്ന എപ്പോഴാണ് നമ്മൾക്ക് നല്ല ഇൻഫോർമേഷൻ കിട്ടുന്നു. ഒരു നമുക്കറിയാം, ഇന്ന് ഈ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനികൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു 2700ഓളം കമ്പനികൾ തന്നെ NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മീതെ ഉണ്ട്. BSE ഏകദേശം 5000 മീതെ സ്റ്റോക്കുകളുണ്ട്. മൊത്തം 7000. ഈ 7000 സ്റ്റോക്കില് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള നല്ല സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് ഇരുന്ന് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര മെനക്കെട്ട ഒരു പണിയാണ്. ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ നമ്മൾ ഫുൾ റിപ്പോർട്ട് ചെക്ക് ചെയ്യൂ ഇല്ല.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ഫണ്ട് മാനേജറെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പോലും എപ്പ എൻട്രി ചെയ്യണം, എപ്പ എക്സിറ്റ് ചെയ്യണം പോലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് റിപ്പോർട്ട് തരും. ഈ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. വൈ വി നീഡ് ടു ഇൻവെസ്റ്റ്, എന്തുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനുള്ള റീസൺസ് ഉണ്ടാവും. എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ പ്രൊജക്ട്സ് എന്താണ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് സഹിതം നമുക്ക് റിപ്പോർട്ടിൽ ഉണ്ടാവും. ഏകദേശം ഒരു 4-5 പേജോളം വരുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വെച്ചിട്ട് അവർ പറയുന്നത് ഇത്ര ടാർഗറ്റ് റേറ്റ് വരുന്നുണ്ട്, ഈ പറയുന്ന സ്റ്റോക്കിലേക്ക് ഇത്ര റേഞ്ചിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസോട് കൂടിയിട്ടായിരിക്കും ഇവരെന്ത് ചെയ്യുക, സ്റ്റോക്സുകൾ തരിക. അതേസമയം ഡിസ്കൗണ്ട് ബ്രോക്കറേജിൽ അവരിടുന്ന സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു നോർമൽ റേറ്റിൽ ഇതിലുള്ള കാര്യങ്ങളാണ്. വേറെ റിപ്പോർട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. അവർ ജസ്റ്റ് ഒരു പേരിന് ഇടുന്നു മാത്രം. അത് നമുക്ക് എന്താണ്, ആകെ ഒരു അഡ്വാൻറ്റേജ് ബ്രോക്കറേജ് ഇല്ല എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ഗ്രോ ചെയ്യാതെ ബ്രോക്കറേജ് ഇല്ല എന്ന് പറയുന്നത് ഒരു ലാഭകരമാണോ എന്നുള്ളതാണ് നമ്മൾ തന്നെ സെൽഫായിട്ട് അനലൈസ് ചെയ്യേണ്ട കാര്യം. നമുക്കൊരു ചെറിയ ബ്രോക്കറേജ് കൊടുത്തുകൊണ്ട് എന്താണ് നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ വർദ്ധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അവിടെയാണ് ഇവിടെ സമയമാണ് ഇമ്പോർട്ടന്റ്. സമയം കൊടുത്തുകൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ ബ്രോക്കറുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ ആ ബ്രോക്കർക്ക് എന്റെ സമയവും എന്റെ ക്യാപിറ്റൽ ഞാൻ ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് എത്ര ശതമാനം ഗ്രോത്ത് ഉണ്ടാകാം, ഡിസ്കൗണ്ട് ബ്രോക്കറിൽ എനിക്ക് എത്ര ശതമാനം ഗ്രോത്ത് ഉണ്ടാകാം, ഫുൾ സർവീസ് ബ്രോക്കറിൽ എത്ര ഗ്രോത്ത് ഉണ്ടാകും നമ്മൾ ചിന്തിക്കുക. ആ ഡിഫറൻസിലാണ് നമ്മൾ ബ്രോക്കറേജിന്റെ മൈനസ് ചെയ്തിട്ട് നമുക്ക് ലാഭം നോക്കേണ്ടത്. പക്ഷെ പലരും അത് ചെക്ക് ചെയ്യാറില്ല. നമ്മൾ ബ്രോക്കറേജ് മാത്രം നോക്കിയിട്ട് പോകുന്നതാണ് ഈ ഡിസ്കൗണ്ട് ബ്രോക്കർ. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ്സ് ഫുൾ സർവീസിൽ ഉണ്ടാവും. പോർട്ട്ഫോളിയോ ആൻഡ് വെൽത്ത് മാനേജ്മെന്റ് സപ്പോർട്ട് നമുക്ക് ഈവൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് റിപ്പോർട്ട് വായിക്കാനോ അതിന് സമയമില്ലാന്നുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ടീമുകളുണ്ട്. നമ്മുടെ എമൗണ്ടും സ്റ്റോക്കും അവർ മാനേജ് ചെയ്തോളും. അവർക്ക് ചെറിയൊരു ശതമാനം ഫീസ് കൊടുത്തുകൊണ്ട് അവര് നല്ല രീതിയിൽ ആ സ്റ്റോക്ക് നമുക്ക് കാണാം, അവർ വാങ്ങുന്നതും വിൽക്കുന്നതും നമുക്ക് പകരമായിട്ട് അവർ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ് എന്ന് പറയുന്ന ടീം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ആളുകൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പറയുന്ന സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറയുന്ന ടീമുകൾ നമുക്ക് വേണ്ടിയിട്ട് അവരെ സമയം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യും, ഇതിനു വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യും. അപ്പോ അതാണ് ഫുൾ സർവീസ് ബ്രോക്കർ. മറ്റാൾക്കാർ ചെയ്യുന്നില്ല, മറ്റാൾക്കാരെ ഓൺലി. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് ഇപ്പം പോർട്ട്ഫോളിയോ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഈ മറ്റേ ബ്രോക്കറിന്റെ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ, അതല്ലാതെ അത് വേറെയാണോ? അല്ല, ബ്രോക്കറിന്റെ പാർട്ടായിട്ട് ബ്രോക്കർമാരിൽ തന്നെ പല ടീമുകള് PMS പുറത്തുനിന്ന് വന്ന് ചെയ്യുന്നവരുണ്ട്, ബ്രോക്കറിന്റെ ഇൻസൈഡ് ടീമുകൾ ചെയ്യുന്നുണ്ട്. PMS എന്ന് ഉദ്ദേശിക്കുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ഒരു 1 CR ക്യാപിറ്റൽ ഉണ്ട്, ഇയാളൊരു ബിസിനസ്മാൻ ആണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് അയാളുടെ സ്റ്റോക്ക് നോക്കാനൊന്നും സമയമില്ല, പക്ഷെ അയാൾക്ക് 20-25% ആവറേജ് ഗ്രോത്ത് കിട്ടുന്ന രീതിയിൽ പോകണം. അയാൾ ബിസിനസ് ചെയ്തിട്ടുണ്ടാക്കുന്ന പണമാണ് അയാളുടെ മെയിൻ ഇൻകം എന്ന് വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു വെൽത്ത് ക്രിയേഷൻ ടൂള് മാത്രമാണ്. അയാൾക്ക് സംബന്ധിച്ചിടത്തോളം അതിൽ ഫുൾ ഡെഡിക്കേറ്റഡ് ആയി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, ഒരു സർവീസ് ചെയ്യാനായിട്ടുള്ള ഒരു ടീം വേണം. അതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ടീം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കർ എടുത്തു കഴിഞ്ഞാല് അയാൾക്കൊന്നും ചെയ്യാനില്ല. കാരണം എന്താ, അയാൾക്ക് സമയമില്ലാത്ത ആൾക്ക് നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കറിലൊന്നും ചെയ്യാല്. അവിടെ ആകെ ബെനിഫിറ്റ് ബ്രോക്കറേജ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഇല്ല അവിടെ. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്യും, 1 CR ഉള്ള ആൾക്കാർ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബിസിനസ്സിൽ നിന്ന് അയാൾക്ക് ഒരു 10 ഇരട്ടി ബിസിനസ് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ചെറിയൊരു പെർസെന്റേജ് ചിലപ്പോൾ അവിടെ കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പൊ അത് ഗ്രോ ചെയ്യണം എന്നായിരിക്കും ആളുടെ ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടി ടീം ഉണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ടീം. അങ്ങനെ അത് 1 കോടി തന്നെ ആവണമെന്നില്ല, 2 ലക്ഷം മുതൽ തുടങ്ങുന്നുണ്ട് ആ സർവീസ്. 2 ലക്ഷം രൂപ ഉണ്ട് അയാൾക്ക് അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ എംപ്ലോയീസിന് ഇത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് ടൈം കൊടുക്കാൻ പറ്റുന്നില്ല, അവരെ ജോലിനെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ എന്ത് ചെയ്യും. അപ്പൊ 2 ലക്ഷം രൂപ മുതൽ അങ്ങനെ ഒരു സർവീസ് കൊടുക്കാൻ പറ്റാവുന്ന ടീം നമുക്കുണ്ട് എന്നർത്ഥം. അപ്പൊ അതാണ് ഫുൾ സർവീസ് ബ്രോക്കറിലുള്ള ഒരു സർവീസാണ് പറഞ്ഞത്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ള അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിസ്റ്റൻസ് വിത്ത് പേപ്പർ വർക്ക്, IPOs, ടാക്സ് പ്ലാനിങ്, എസ്റ്റേറ്റ് പ്ലാൻ. ഇത് നമ്മള് ഈ ഒരു കസ്റ്റമറിന് വേണ്ട IPO എവിടെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ IPO
എന്ന് പറഞ്ഞാൽ അറിയാം, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയാം. അത് ഇനി അടുത്തതിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കും. നമ്മൾ പറഞ്ഞു ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കമ്പനിയുടെ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. അത് IPO ആയിട്ടാണ് ഇറക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പൊ IPO നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ്, എവിടെ നിന്നാണ് എടുക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റി എടുക്കണം, നിങ്ങൾക്ക് ഇതൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. ഈ സംശയങ്ങളെ ദൂരീകരിക്കാൻ ഡിസ്കൗണ്ട് ബ്രോക്കറിൽ ആൾക്കാരുണ്ടാവില്ല, നമ്മുടെ കയ്യിൽ ആൾക്കാരുണ്ട്. അതൊരു ഡിഫറൻസ് ആണ്. ഇനി അടുത്ത പറയുന്നത് ബ്രാഞ്ചസ് ഓഫ്ലൈൻ. നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്, 2500ഓളം ബ്രാഞ്ചസ് ഉണ്ട്. ബ്രോക്കറേജ് ഫീ സ്ട്രക്ചർ പക്ഷെ ഫുൾ സർവീസ് ബ്രോക്കറിലാണെങ്കിൽ 0.3% മുതൽ 0.7%, ഡിപ്പെൻസ് അപ്പോൺ ദ കമ്പനീസ്. ചിലർ 0.3% എടുക്കും, ചിലർ 0.7% എടുക്കും, ചിലർ 0.5 എടുക്കും, ചിലർ 0.4. പല കമ്പനികൾക്കും പല ബ്രോക്കിംഗ് ഫീസ് ആണ്. ഓക്കെ, ഈ 0.3%, 0.7% എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ട്രേഡ് വാല്യൂന്റെ പെർസെന്റേജ് ആണ് പറയുന്നത്. ഡിസ്കൗണ്ട് ബ്രോക്കറേജിലാണെങ്കിൽ 0 ആണ്. മിക്ക കമ്പനികളും ബ്രോക്കറേജേ ഇല്ല. ഓക്കെ, ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ 20 പെർ ട്രേഡ് എന്നുള്ള രീതിയിൽ എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഡിസ്കൗണ്ട്. എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും 20 പെർ ട്രേഡ് എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. കാരണം അവർക്ക് ഓവർഹെഡ് ഇല്ല, ഓവർഹെഡ് കോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന റേറ്റിൽ നടക്കും എന്നുള്ളതുകൊണ്ട്. രണ്ട് കമ്പനികളും ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓൺലൈൻ മൊബൈൽ ആപ്ലിക്കേഷൻ ആയാലും വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ ആയാലും ഒക്കെ നമുക്ക് രണ്ടിലും കിട്ടുന്നുണ്ട്. ഓക്കെ, പേഴ്സണലൈസ്ഡ് കസ്റ്റമർ സപ്പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലൈസ്ഡ് കസ്റ്റമർ സപ്പോർട്ട് ആകെയുള്ളത് ഫുൾ സർവീസിലുള്ളൂ, മറ്റേതിൽ കിട്ടില്ല. ആർക്കാണ് ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറയുന്നത്? ആർക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്യണം, അവർക്ക് നല്ല ഗൈഡൻസ് വേണം, അവരെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യണം, കാലം കുറെ കഴിഞ്ഞാലും നമ്മളുടെ അനന്തരാവകാശികൾക്ക് ആ ഫണ്ട് അനുഭവിക്കാനുള്ളതും ആ ഒരു മൈൻഡ് സെറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ഫുൾ സർവീസ് ബ്രോക്കറും. ട്രേഡേഴ്സ്, അതായത് ഇന്നിട്ടെടുത്ത് പരിപാടി അങ്ങ് അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അത് മാത്രമല്ല സെൽഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിവും നമുക്ക് അത്യാവശ്യം പുറത്തുനിന്നുള്ള ഇൻഫോർമേഷൻ ബേസ് ചെയ്തിട്ട് അത്യാവശ്യം ട്രേഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് എന്താണ് ഈ പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കറും നല്ലതായിരിക്കും. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ വളരെയധികം കൂടി നിൽക്കുന്ന ഒരു കേസിലൊക്കെ ആണെങ്കിൽ ഹൈ റിസ്ക് ആവുമല്ലോ. മറ്റൊരു ഏൽപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരെ കൺട്രോൾ, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എന്തെങ്കിലും സപ്പോസ് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ നമ്മുടെ ഹൈ വാല്യൂ ഫണ്ടുകളൊക്കെ അവിടെ എടുക്കല്ലേ. അപ്പൊ അത്തരം കേസുകളിൽ നമുക്ക് എപ്പോഴും ഓപ്റ്റ് ചെയ്യേണ്ടത് ഫുൾ സർവീസ് ബ്രോക്കറെ ആയിരിക്കണം. മറ്റേത് നമുക്ക് ചെറിയ ചെറിയ ട്രേഡ് മാത്രം നടക്കുന്ന വലിയ കുഴപ്പമില്ല അങ്ങനത്തെ കേസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കർ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ വരിക. ഇനി വരുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ അടുത്ത പങ്കാളി പറയുന്നത് സെബിയാണ്. നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റർ ഉണ്ട്, ട്രേഡർ ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, ബ്രോക്കർ ഉണ്ട്. ഈ സെബിയാണ്. ആരാണ് ഈ സെബി? സെബി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മള് ബാങ്കിൽ എന്ത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നമുക്കൊരു ധൈര്യം വരുന്നത് ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് RBI ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളൊരു വിശ്വാസമാണ്. ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു ധൈര്യം തരുന്നത് IRDAI എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന റെഗുലേറ്ററി ബോർഡ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വിശ്വാസം, അല്ലെ? സെബി എന്ന് പറയുമ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റിനെയും മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് സെക്ടറിനെയും റെഗുലേറ്റ് ചെയ്യുന്ന ബോഡിയാണ്. ഓക്കെ, എന്താണ് ഈ മൂന്ന് പ്രസ്ഥാനങ്ങളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ ഇടപെടലുകളാണ്. അപ്പൊ ചില ആളുകൾ പറയും, ഇപ്പൊ പണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും ഓരോന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഓരോ മാസങ്ങളിൽ വരെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ചിലത് ആദ്യം പാൻ കാർഡ് ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടായിരുന്നില്ല നമുക്ക് FD കൊണ്ടിടുമ്പോൾ. ഇപ്പൊ 50,000 രൂപയ്ക്ക് മീതെയാണെങ്കിൽ FDക്ക് വേണം. IRDAയിൽ ക്യാഷ് കൊണ്ടിട്ട് നമുക്ക് ഇൻഷുറൻസ് ഇൻവെസ്റ്റ് ചെയ്യാം. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ സെബിയുടെ ഇടപെടലുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റിനെയും നിയന്ത്രണ വിധേയമാക്കുന്നുണ്ട്. അതായത് ഇന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, ഇത്രയും ഡോക്യുമെന്റ്സ് വേണം. പണ്ട് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ 2000-ലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫോമിൽ ഫില്ലപ്പ് ചെയ്ത് സൈൻ ചെയ്ത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആയി. പക്ഷെ അതിന് ചുരുങ്ങിയത് 7 ദിവസം എടുത്തിരുന്നു. ഇപ്പൊ അത് ഓൺലൈൻ ആക്കി.
ഓൺലൈൻ ആക്കി ഇപ്പൊ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ ആക്കിയിട്ട് അങ്ങനെ വെച്ച് പോയി. അപ്പോഴും സെബി സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഇപ്പൊ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോം ഒക്കെ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഫിസിക്കൽ ഫോട്ടോ നമ്മൾ മൊബൈലിൽ നിന്ന് വീഡിയോ ആയിട്ട് അയച്ചു കൊടുക്കണം. നമ്മള് അതായത് ഓൺ ഓൺ ടൈം റെക്കോർഡിംഗ് ആണ്. അതായത് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുക്കല്ല, ഓൺ ടൈം റെക്കോർഡിംഗ്. എന്താണ് കാരണം? പല നമ്മുടെ അവിടെ അല്ല, നോർത്ത് ഇന്ത്യൻ സൈഡുകളിൽ ഒരുപാട് പേരെ മരിച്ച ആൾക്കാരെ പേരിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇട്ടിട്ട് ട്രേഡിംഗ് നടത്തിയിട്ടുള്ള മാനിപ്പുലേഷൻ നടക്കരുത്. അപ്പൊ അതൊരു ഫ്രോഡാണ്. ആ മാനിപ്പുലേഷൻ തടയാൻ വേണ്ടിയിട്ട് സെബി ഇടപെട്ട ഒരു സംഭവമാണ്. ഇതൊന്നും നമ്മള് തുടക്കകാലത്ത് അറിയുന്നില്ല, ചെയ്തു വരുമ്പോഴല്ല ഓരോ പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ ആ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അതായത് എന്തിനാണ്? ടാക്സ് സേവ് ചെയ്യാം. നമുക്കത് ടാക്സ് അടച്ചല്ലേ, വേറെ മരിച്ച ആളുടെ പേരിലുള്ള ടാക്സ് സംഭവം വരുമ്പോ കുറെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ലോ. അപ്പൊ ഈ മാനിപ്പുലേഷൻസ് തടയുന്നതിന് വേണ്ടി സെബിയുടെ ഇൻവോൾവ്മെന്റ് വരുമ്പോ എന്തായി? സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ചും കൂടിയും നിയന്ത്രണത്തിലായി. മനസ്സിലായി? അതുപോലെ തന്നെ റൂൾസ്, ട്രാൻസ്പെറൻസി. നമ്മൾ വാങ്ങുന്ന ഓരോ ഷെയറും അല്ലെങ്കിൽ വിൽക്കുന്ന ഓരോ ഷെയറും റെക്കോർഡഡ് ആണ്. നമ്മൾ മാത്രമല്ല റെക്കോർഡ് ചെയ്യുന്നത്, ഗവൺമെന്റ്, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും റെക്കോർഡഡ് ആയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മളൊന്നും മറക്കുന്നില്ല. ക്ലിയർ പിക്ചർ ആണ് നമ്മൾ ഗവൺമെന്റിനോട്. നമ്മൾ ഇതിലൂടെ ലാഭം ഉണ്ടാക്കിയത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു ഗോൾഡ് ബിസിനസ് ചെയ്യുന്നവനോ ഏത് ബിസിനസ് ചെയ്യുന്നവനോ ഈ പറയുന്ന ട്രാൻസ്പെറൻസി ഇല്ലാതെ ചെയ്യുന്ന ബിസിനസ്സുകളാണ് കൂടുതലും. റൂൾസ് ആൻഡ് സാറേ റെഗുലേഷൻസ്. സാറേ ഓ, പറഞ്ഞോളൂ. ഈ ഈ ഇത് നമ്മുടെ സേഫ്റ്റിക്കാണോ അതോ സർക്കാരിന് ഫണ്ട് അത് രണ്ടും. അവരുടെ നമ്മുടെ ഇൻഫർമേഷൻ? സേഫ്റ്റി എന്ന് പറയുമ്പോ നമ്മള് സർക്കാരിന് ബെനിഫിറ്റിൽ അതാണല്ലോ രാജ്യം വളരുന്നത്. നമ്മളന്ന് തുടക്കത്തിലേ തന്നെ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റില്, അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നമ്മളിപ്പോ 2000-ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെയൊക്കെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ 400-500% വർധനവ് വന്നിരിക്കുന്നത്. 400-500% വർധനവായിട്ടുള്ള ആളുകൾ അവര് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റിട്ടേൺ എടുക്കുമ്പോ ഒരു ചെറിയ ശതമാനം സർക്കാരിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുത്തുകൊണ്ട് എടുക്കുമ്പോഴും നമ്മളൊരു സമൂഹത്തിന്റെ ഒരു വളർച്ചയിൽ ഒരു പങ്കാളികളാവുന്നുണ്ടല്ലോ. ഏഹ് ഒപ്പം നമുക്കൊരു അഡ്വാൻറ്റേജും കിട്ടുന്നില്ലേ? മനസ്സിലായ? അതായത് ഫുൾ, അതാണ് ട്രാൻസ്പെറൻസി എന്ന് ഉദ്ദേശിച്ചത്. ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ ഇത് സർക്കാരിനെ അറിയിക്കാതെ ചെയ്യാമായിരുന്ന ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് എന്നേ അവസാനിച്ചു പോയിട്ടുണ്ടാവും. കാരണം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഭരിക്കുന്ന സർക്കാരിന് പറയാ ടാക്സ് ആയിട്ട് കിട്ടാനും ഇൻവെസ്റ്ററിന് ബെനിഫിറ്റ് ആയിട്ട് കിട്ടാനും അതിലുള്ള പങ്കാളികൾക്ക് ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടാനും ഒക്കെ കൂടി സഹായിക്കുന്ന ഒരു ടൂൾ. അത്രേ ഉള്ളൂ. അപ്പൊ മറ്റുള്ള ബിസിനസ്സുകളിൽ അത്രയും ട്രാൻസ്പെറൻസി ഇല്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമുക്ക് വേണ്ടി മാത്രമാകുന്ന ഒരു സിസ്റ്റമാണ് അവിടെയൊക്കെ നടക്കുന്നെങ്കിൽ ഇവിടെ അതല്ല. ഇവിടെ ചെയ്യുന്ന ബിസിനസ് നമ്മുടെ രാജ്യത്തെ മൊത്തം നമുക്കും കൂടി ലാഭം കിട്ടുമ്പോൾ അതിൽ ചെറിയൊരു പങ്ക് അതിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഇത് ഇടപെടലുകൾ ഉണ്ടാകുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള റെഗുലേറ്ററി ബോഡി ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ സാധാരണ ഒരു ചിട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സണലൈസ്ഡ് നമ്മളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴോ ഈ ഇടപെടലൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഏതെങ്കിലും ഒരു ചിട്ടി ഇപ്പോ പറയണ 15% റിട്ടേൺ തരാം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടെടുപ്പോ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനെയോ മാത്രമാണ്. അവിടെ ഇത്തരം റെഗുലേറ്ററി ബോഡികളൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പോയി കഴിഞ്ഞാല് അത് നമുക്ക് കേസിലേക്ക് പോകുമ്പോഴും അത് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ വളരെ കുറവാണ്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് ഇത്രയും റെഗുലേറ്ററി ബോഡി ഉള്ളതുകൊണ്ട് RBI ഇൻവെസ്റ്റ്മെന്റ് ആയാലും IRD ഇൻവെസ്റ്റ്മെന്റ് ആയാലും സെബി കൺട്രോളിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയാലും ഒരു പ്രൊട്ടക്ഷനും ഒരു കാര്യങ്ങളും ട്രാൻസ്പെറൻസിയും അതുപോലെ തന്നെ ഫ്രോഡ് പോലുള്ള മാനിപ്പുലേഷൻ പോലുള്ള കാര്യങ്ങൾ തടയാൻ സാധിക്കുന്ന ഒരു നിയന്ത്രണ ബോർഡ് ഉണ്ടാവും എന്നുള്ളതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും നമുക്ക് നിയന്ത്രണം കൊണ്ടുവരുത്തുന്ന റെഗുലേറ്ററി ബോഡിയുടെ പേരാണ് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അവരെ കുറിച്ചാണ് നമ്മൾ 5ാമത്തെ പങ്കാളിയായിട്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ആയിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ ലിസ്റ്റഡ് കമ്പനീസ് ആണ്. ലിസ്റ്റഡ് കമ്പനീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വരുന്ന കമ്പനീസ് പാർട്ടിസിപ്പന്റ് ആണല്ലോ. നമ്മുടെ ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത്, പുതിയ സ്റ്റോക്ക് വരുന്നു, അവരെന്തിനാണ് വരുന്നത്? പറഞ്ഞു നേരത്തെ, പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്.
പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് IPO ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യണം? ക്വാർട്ടർലി റിസൾട്ട് കൊടുക്കണം, സെബിയില് കൊടുത്തിട്ട്, അതുപോലെ തന്നെ ബിസിനസ് അപ്ഡേറ്റ്സ്, കോർപ്പറേറ്റ് ഗവേണൻസ്, ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇവർക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള അതോറിറ്റി കിട്ടുള്ളൂ. ഇനി അഥവാ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് എല്ലാ 4 മാസം കൂടുമ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ക്വാർട്ടർലി റിസൾട്ട് എല്ലാ 4 മാസം കൂടുമ്പോഴും റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കണം. എന്നാലാണ് ജനങ്ങൾക്ക് അയച്ചു കൊടുക്കണം റിസൾട്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് പല, അതൊരു കാരണമാണ്. അപ്പൊ ഈ റിസൾട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. അതായത് നമുക്ക് ഈ എല്ലാത്തിന്റെയും റിസൾട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഒരു ഉദാഹരണം, ഒരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്കിന്റെ റിസൾട്ട് നമുക്ക് ആപ്ലിക്കേഷനിൽ കിട്ടും. അപ്പോ ക്വാർട്ടർലി റിസൾട്ട് ആയാലും നമുക്ക് ആ ബിസിനസ്സിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും, ഇപ്പൊ എന്തെങ്കിലും ഡിവിഡന്റ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നു, ഇത്ര ശതമാനം ഡിവിഡന്റ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നു, ആ ഇൻഫോർമേഷൻ പോലും അവരെന്ത് ചെയ്യണം? ജനങ്ങളെ, അതായത് അവരിൽ ഇൻവെസ്റ്റ് ചെയ്ത ജനങ്ങളെ അറിയിച്ചിരിക്കണം. എന്ത് നിർബന്ധമുണ്ട്. പിന്നെ എന്ത് രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലുകൾ കോർപ്പറേറ്റ് ലെവലിൽ വരികയാണെങ്കിൽ തന്നെയും അതും നമ്മുടെ ജനങ്ങളെ അതായത് അലിസ്റ്റഡ് കമ്പനീസ് ഇൻഫോം ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പന്റിലെ 6ാമത്തെ പാർട്ടിസിപ്പന്റ് ആരാണ്? ലിസ്റ്റഡ് കമ്പനീസ് ആണ്, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആണ്. 7ാമത്തെ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളിപ്പോ വന്നു അല്ലെ? നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് ഷെയർ മാർക്കറ്റ് എന്താണ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സ്റ്റോക്ക് വാങ്ങണം എന്ന് ചിന്തിച്ചു വന്നിരിക്കുന്നതാണ്. നേരത്തെ നമ്മൾ ടാക്സി ഡ്രൈവർ കേസ് പറഞ്ഞില്ലേ, പോലെ പറഞ്ഞില്ലേ, ഡ്രൈവർ ഓടിക്കുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് അതുപോലെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആർക്കും അറിയില്ല ഏതൊക്കെ സ്റ്റോക്ക് നല്ല രീതിയിൽ പോവാന്ന് അറിയില്ല. അപ്പോ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാരൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്കൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടാവും. ഓക്കെ, അവരിലെ ഫണ്ട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ആ ഫണ്ട് മാനേജേഴ്സ് 25-30 വരുന്ന കമ്പനികളെ ചൂസ് ചെയ്തിട്ട് ഒരു ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്യും. ആ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങും. ജനങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സ്റ്റോക്ക് അല്ല, ഈ 25 കമ്പനികൾ അല്ലെങ്കിൽ 30 കമ്പനികളുടെ ടോട്ടൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളായിരിക്കും കിട്ടുന്നത്. അപ്പോ അങ്ങനെ ഷെയർ മാർക്കറ്റിൽ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാതെ മ്യൂച്വൽ ഫണ്ടിലൂടെയും നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ മാർക്കറ്റിന്റെ ഒരു പാർട്ട് ആകാം. അങ്ങനെ ചെയ്യുന്ന കമ്പനികളാണ് ഈ പറയുന്ന ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിലെ 7ാമത്തെ ആൾക്ക്. അവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലാണ്, അത് പല പല സ്റ്റോക്കുകളിലാണ്. നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് അവര് ഫണ്ട് മാനേജർ ത്രൂ 25-30 വരുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഉദാഹരണം, SBIയുടെ മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, ICICI മ്യൂച്വൽ ഫണ്ട്, അങ്ങനെ തുടങ്ങി 48ഓളം മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനതിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇൻഷുറൻസ് കമ്പനികൾ പലരും വന്നിട്ട് അവർ മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യുന്നു എന്ന് പറയുന്നു. അതായത് യുലിപ്പ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. യുലിപ്പ് ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് അല്ല. യുലിപ്പ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് പ്ലാൻ ആണ്. യുലിപ്പ് എന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ട് ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചെറിയ സർവീസ് ചാർജ് 0.5% മുതൽ 1% വരെയാണ് അവരുടെ ടോട്ടൽ കോസ്റ്റ്, ഇൻക്ലൂഡിങ് കമ്മീഷൻ എല്ലാം, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഒക്കെ കൂട്ടിയിട്ട് ആകെ മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് വരുന്ന കോസ്റ്റ് 0.5 മുതൽ 1% വരെ ആകെ കോസ്റ്റ് വരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള പണം മുഴുവനും സ്റ്റോക്കുകളിൽ അവർ, വളരെ വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മ്യൂച്വൽ ഫണ്ട്. യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ അഥവാ ഇൻഷുറൻസിലുള്ള വരുന്ന മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന പ്ലാൻ, യുലിപ്പില് വരുന്നത് 2.5-3.5% വരെ ഏജന്റിന് കമ്മീഷൻ പോകും. അതുകൂടാതെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഒരു 2% പോകും. പിന്നെ നമുക്ക് വരുന്നത് മോർട്ടാലിറ്റി ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസിൽ മോർട്ടാലിറ്റി ചാർജസ് ഉണ്ട്, അത് പോകും. ഇത്തരം തുടങ്ങി കുറെ 4-5 ചാർജസ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് എമൗണ്ട് മാത്രമേ നമ്മുടെ ഫണ്ടായിട്ട് അവര് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. പല ആളുകളും അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് വിചാരിച്ച് യുലിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തെറ്റാണ്. ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന പർപ്പസ് അവിടെ മീറ്റ് ചെയ്യപ്പെടുന്നില്ല. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ ഇൻഷുറൻസിന്റെ സേവനം പോലും ഇല്ലാതെ ചെയ്യുന്ന കമ്പനികൾ, ഫണ്ടുകളെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് പ്യൂർലി ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്.
ഒരു ഇൻഷുറൻസ് കവറേജും മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതേസമയം യുലിപ്പില് നമ്മൾ ഇടുന്ന എമൗണ്ടിന്റെ 10 ഇരട്ടി ഇൻഷുറൻസ് കവറേജ് കിട്ടും. അതായത് 1 ലക്ഷം രൂപ ഇടാണെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് യുലിപ്പിൽ നമുക്ക് കവറേജ് കിട്ടുമ്പോൾ മ്യൂച്വൽ ഫണ്ടില് ഇൻഷുറൻസ് കവറേജേ ഇല്ല. അപ്പൊ നമ്മൾ പ്യുവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചിന്തിക്കുന്നവർക്ക് പറ്റുന്നതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഈ പറയുന്ന ഷെയർ മാർക്കറ്റിലെ അടുത്തൊരു പാർട്ടിസിപ്പന്റ് ആണ്. ക്ലിയർ ആയോ? ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FIIs വന്ന് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു, FIIs ഒരുപാട് സ്റ്റോക്ക് വിറ്റ് മടങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വലിയ നിക്ഷേപ സ്ഥാപനങ്ങളെയാണ് FIIs എന്ന് പറയുന്നത്. ഇവരെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവര് നല്ല രീതിയിൽ സ്റ്റോക്കുകളിലും മറ്റുള്ള നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റും അവിടുത്തെ ഡിവിഡൻഡ് റേറ്റ് അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും കൂടുതൽ. അവിടെയുള്ള ഗ്രോത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് IPOs ഇറങ്ങുന്നുണ്ട്, ഒരുപാട് സ്മോൾ മിഡിൽ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്. അത്തരത്തിലുള്ള ഗ്രോത്ത് ഒന്നും അവരെ രാജ്യത്ത് അവർക്ക് കിട്ടുന്നില്ല. ചില കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് തന്നെ അതിന്റെ ആ ഒരു സ്ട്രെങ്ത് നമ്മുടെ വരുന്ന ഇടിവായാലും കയറ്റമായാലും അത്ര കണ്ട് വരുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ പറയുന്നതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവര് എങ്ങനെയാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത്? അവർ നല്ല രീതിയിൽ നമ്മളിപ്പോ പറയുന്ന 1-2 ഷെയർ അല്ല, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് മാർക്കറ്റിൽ നടത്തുക. അപ്പോ അതുകൊണ്ടാണ് നമ്മൾക്ക് മാർക്കറ്റിൽ ഒരു വലിയൊരു അവര് വരുമ്പോ നല്ലൊരു രീതിയിൽ മാർക്കറ്റ് കയറുന്നു, ആ രീതിയിലുള്ള സംഭവം വരുന്നത്. അപ്പോ മാർക്കറ്റിനെ വളരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു പങ്കാളികളാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് DIIs എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇതുപോലെ തന്നെ നിക്ഷേപകരുണ്ട്, ഇന്ത്യൻ സ്ഥാപന നിക്ഷേപകരുണ്ട്. ഓക്കെ, ആ നിക്ഷേപകരെയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ തന്നെ പല കമ്പനികളിലും ഈ പറയുന്ന ഡൊമസ്റ്റിക് ഇൻഷുറൻസ് കമ്പനികൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന യുലിപ്പ് ഇത്തരം കമ്പനികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിൽ പോലെ തന്നെ ഈ പറയുന്ന ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവരെ കോമൺലി പറയുന്ന പേരാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ സാധാരണ രീതിയിൽ FIIs സെല്ല് ചെയ്യുമ്പോ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവരെ ഫണ്ട് മറ്റുള്ള ബോണ്ടിന്നോ FDന്നോ മാറ്റിയിട്ട് നേരെ എന്ത് ചെയ്യും, ഈ സ്റ്റോക്കിൽ മാർക്കറ്റ് ഇടിയുമ്പോഴാണ് ഇവർ വന്ന് അട്രാക്റ്റഡ് ആവുക. സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ വീണ്ടും FIIs കയറി ഒരു മാർക്കറ്റ് കയറുമ്പോൾ അവർ സെല്ല് ചെയ്തിട്ട് വേറെ ബോണ്ടിലേക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യതിചലനം ഉണ്ടാവാറുണ്ട് മാർക്കറ്റിൽ. ക്ലിയർ ആയോ? ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ആൻഡ് അനലിസ്റ്റ്, നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ അനലിസ്റ്റുകളും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സും ഉണ്ട് നമുക്ക് ഈ മേഖലയിൽ. ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്ക് അറിയാം, ഒരുപാട് കോളുകളും വരുന്നുണ്ടാവും അനാലിസിസ് ഇൻവെസ്റ്റ്മെന്റ് സജഷൻ. ഇവർക്കൊക്കെ മസ്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യം, നിങ്ങൾ കുറെ നേരമായല്ലോ പറയുന്നു ഇതാണ് ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്, നിങ്ങൾക്ക് സെബിയിൽ നിന്നുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഏതാ? സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ഓർ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഉള്ള ആൾക്കാരെ പറയുന്ന പേരാണ് അഡ്വൈസേഴ്സ്. അതായത് ഇന്ന സ്റ്റോക്ക് വാങ്ങണം, ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന അനലിസ്റ്റുകളും അഡ്വൈസേഴ്സ് ആണ് അടുത്ത പങ്കാളികൾ. ക്ലിയറിംഗ് കോർപ്പറേഷൻ. എന്താണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ? നിങ്ങളത് കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല ഈ പറയുന്ന പേര്. ക്ലിയറിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് സെറ്റിൽമെന്റ് എന്ന് പറയും. നമ്മൾ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ തന്നെ കിട്ടില്ല സ്റ്റോക്ക്. ആ സ്റ്റോക്ക് ആദ്യം തന്നെ എക്സ്ചേഞ്ചിലേക്ക് പോയി, എക്സ്ചേഞ്ചിൽ നിന്ന് ബയ്യറും സെല്ലറും മാച്ച് ചെയ്തുന്ന റേറ്റ് വരുന്നു, നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോഴേക്കും അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, സെറ്റിൽമെന്റ് ചെയ്യണം. എന്താണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതായത് ടാക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തതിനു ശേഷം അങ്ങനെ ഉറപ്പാക്കുന്ന ഏജൻസികളെയാണ് ക്ലിയറിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ NSE യിലാണെങ്കിൽ NSE ക്ലിയറിംഗ് കോർപ്പറേഷൻ, NCL എന്ന് പറയും.
BSE-യിലാണെങ്കിൽ ഇന്ത്യൻ ക്ലിയറിംഗ് കോർപ്പറേഷൻ, ICC എന്ന് പറയും. അങ്ങനെ രണ്ട് ക്ലിയറിംഗ് കോർപ്പറേഷൻ ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. NSE-ക്ക് വേണ്ടിയിട്ട് NSE ക്ലിയറിംഗ് കോർപ്പറേഷനും BSE-ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ക്ലിയറിംഗ് കോർപ്പറേഷനും ആണ് ഉള്ളത്. അവരാണ് നമ്മുടെ ഓർഡേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നത്. ഇതിന്റെ അടുത്ത സ്റ്റേജിൽ വരുന്നത് ആ സെറ്റിൽമെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ഓർഡർ പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ക്ലിയറിംഗ് കോർപ്പറേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഡെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും, ഇപ്പൊ മോട്ടിലാൽ ഓസ്വാളിൽ നിന്ന് പർച്ചേസ് ചെയ്താലും, IIFL നിന്ന് പർച്ചേസ് ചെയ്താലും, സെറോദയിൽ നിന്ന് പർച്ചേസ് ചെയ്താലും, നമ്മുടെ സ്റ്റോക്ക് വന്ന് കിടക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഡെപ്പോസിറ്ററീസ്. ഇന്ത്യയിൽ രണ്ട് ഡെപ്പോസിറ്ററീസ് ഉള്ളത്. ഒന്ന് CDSL, രണ്ട് NSDL. പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്റെ അക്കൗണ്ട് വരുന്നത് സെറോദയിലാണ്, എനിക്ക് അവിടുന്ന് മോത്തിലാലിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ പറ്റും? തീർച്ചയായും പറ്റും. കാരണം നമ്മൾ സെറോദയിലുള്ള സ്റ്റോക്ക് ആണെങ്കിൽ പോലും ആ സ്റ്റോക്ക് കെടുക്കുന്നത് എവിടെയായിരിക്കും? ഒന്നില്ലെങ്കിൽ CDSL ആയിരിക്കും, അല്ലെങ്കിൽ NSDL ആയിരിക്കും. ഇവിടെ വരുന്നത് എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ CDSL ആയിരിക്കും, NSDL ആയിരിക്കും. അപ്പൊ NSDL വൺ അക്കൗണ്ട് ടു അനദർ അക്കൗണ്ട് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഏത് ബ്രോക്കറിലൂടെ എടുത്താലും നമ്മുടെ സ്റ്റോക്ക് വന്ന് കിടക്കുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് ഡെപ്പോസിറ്ററീസ്. അങ്ങനെ രണ്ട് ഡെപ്പോസിറ്ററീസ് ആണുള്ളത്. CDSL, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് എന്നാണ് CDSLന്റെ ഫുൾ നെയിം. NSDL പറയുന്നത് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. ഓക്കെ, ഇവര് ഷെയർസ് ഇലക്ട്രോണിക് ഫോർമാറ്റ് രൂപത്തിലാണ് എടുത്തു വെക്കുന്നത്. നമ്മൾ വാങ്ങുന്ന ഓരോ സ്റ്റോക്കും ഇലക്ട്രോണിക്, ഡിജിറ്റൽ ആയിട്ടാണ് എടുത്തു വെക്കുക. പണ്ട് ഒരു കുറച്ച് 10-20 വർഷം മുമ്പ് പേപ്പർ രൂപത്തിലായിരുന്നു നമുക്ക് എടുത്തിരുന്നെങ്കിൽ അത് മാറ്റം വന്നിട്ടാണ് CDSലും NSDലും ഡെവലപ്പ് ചെയ്ത് വന്നത്. ഡെപ്പോസിറ്ററി, നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നത് എവിടെയാണ്? NSDലാണ്. അപ്പൊ നമുക്ക് എന്ത് കമ്പനി പൊളിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് NSDL ആണ് ഈ സ്റ്റോക്ക് വന്ന് കിടക്കുക. അപ്പൊ ഇവിടെ വന്നാലും നമ്മുടെ പാൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഉണ്ട് നമ്മുടെ സ്റ്റോക്കുകൾ എവിടെയൊക്കെ കിടക്കുന്നുണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ വെറും പാൻ നമ്പർ, ഈ ഇന്ത്യയിൽ ആകെ ഒരാൾക്കൊരു പാൻ നമ്പർ ഉണ്ടാവുള്ളൂ അല്ലെ? എത്ര കാലം ചെയ്താൽ ഒരു പാൻ നമ്പറാണ് നമുക്കുള്ളത്. ആ പാൻ നമ്പർ അടിച്ചു കൊടുത്ത് നമുക്ക് എവിടെയൊക്കെ, ഇപ്പൊ സപ്പോസ് നമുക്ക് പറയാം, ഞാൻ മുമ്പ് കുറെ നാൾ മുമ്പ് എന്റെ കയ്യിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു, അത് എവിടെയാണെന്ന് ഓർമ്മയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വേറെ ഒന്നും വേണ്ട, പാൻ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന് എവിടെയൊക്കെ ഷെയർ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ അത് CDSL ആയിരിക്കും കിടക്കുക, അല്ലെങ്കിൽ NSDL ആയിരിക്കും കിടക്കുക. സാറേ ഒരു സംശയം. ഉം. അതായത് ഇപ്പൊ ഇപ്പൊ ഏഞ്ചൽ വണ്ണിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്, നമ്മുടെ ആ ബ്രോക്കർ പൊളിഞ്ഞു പോയി. അപ്പൊ ഓൾറെഡി നമുക്ക് അപ്പൊ അതിനെന്താ ശരിക്കും ചെയ്യാൻ പറ്റാ? നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏഞ്ചൽ വൺ പൊളിഞ്ഞിട്ടില്ല, ആ ബ്രോക്കർ അത് പൊളിഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് 2-3 അക്കൗണ്ടിലായിട്ട് ഉണ്ട്. അപ്പൊ വേറെ 2 കേസ് ഉണ്ട്. ഒന്നിപ്പോ വേറെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ചെയ്യാലോ നമുക്ക് വേറെ. തീർച്ചയായും. അതായത് ഇത് വൺ ടൈം ക്ലോഷർ കം ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഫോമാണ്. ജസ്റ്റ് നിങ്ങളുടെ ഒരു സൈൻ മതി, നിങ്ങൾക്ക് ആ ഏഞ്ചൽ വൺ ബ്രോക്കിംഗ് ഫേമിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ നിങ്ങൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ട്, ആ അക്കൗണ്ട് നമ്പർ സഹിതം വെച്ച്, അതായത് ക്ലൈന്റ് മാസ്റ്റർ കോപ്പി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നമുക്ക്. ക്ലൈന്റ് മാസ്റ്റർ കോപ്പി എന്തിനാ വെക്കുന്ന പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന അക്കൗണ്ടിന്റെ ആധികാരികത വരുത്താൻ വേണ്ടിയിട്ടാണ് ക്ലൈന്റ് മാസ്റ്റർ കോപ്പി. അത് ഏത് ബ്രോക്കറിലാണ് നിങ്ങൾ തുടങ്ങി, ഇപ്പൊ മോട്ടിലാൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുക എനിക്ക് ക്ലൈന്റ് മാസ്റ്റർ കോപ്പി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 സെക്കൻഡിന്റെ സമയം വേണ്ട, നമുക്ക് ക്ലൈന്റ് മാസ്റ്റർ കോപ്പി തരാൻ പറ്റും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്ലൈന്റ് മാസ്റ്റർ കോപ്പിയും സെറോദ അല്ലെങ്കിൽ ഏഞ്ചൽ വൺ എന്നുള്ള ക്ലോഷർ ഫോം സൈൻ ചെയ്തിട്ട് ഇത് രണ്ടും അറ്റാച്ച് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാല് അവര് റിപ്ലൈ തരണം, നിങ്ങൾക്ക് ഇങ്ങോട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്ത് തരണം. അതും 1 രൂപ പോലും കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ സർവീസ് ചാർജേ ഇല്ല. അവരെ ഉത്തരവാദിത്തമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം CDSലേക്കോ NSDLലേക്കോ അവർ ഇൻഫോം ചെയ്താൽ മതി, ഈ സാധനം ഓട്ടോമാറ്റിക്കലി പോവാം. അത് ഓഫ്ലൈൻ മോഡ്. ഓൺലൈൻ മോഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ പോയിട്ട് തന്നെ CDSL അക്കൗണ്ട് NSDL അക്കൗണ്ട് പോയിട്ട് നമുക്ക് ചെയ്യാം. അതിന് കുറച്ചുകൂടി ടഫ് പ്രൊസീജിയേഴ്സ്. അതായത് ഏത് ബ്രോക്കർ അക്കൗണ്ടിലോട്ടാണോ മാറ്റുന്നത് അതിന്റെ ക്ലൈന്റ് മാസ്റ്റർ. അതെ, ആദ്യം തന്നെ നമുക്ക് പുതിയ ഏത് സ്ഥലത്താണോ തുടങ്ങാൻ പോകുന്നത് അവിടെ ഒരു ബ്രോക്കർ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് മാത്രമേ നമുക്ക് ക്ലൈന്റ് മാസ്റ്റർ കിട്ടുള്ളൂ. നമ്മൾ പുതിയ സ്ഥലത്ത് ഒരു ബ്രോക്കിംഗ് എടുത്തു കഴിഞ്ഞാല് അവിടെ നിന്നുള്ള ക്ലൈന്റ് മാസ്റ്റർ കോപ്പി വെച്ചിട്ട് വേണം നമ്മൾ അപ്പുറത്ത് അപേക്ഷിക്കാനായിട്ട്.
മനസ്സിലായോ? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അവിടുന്ന് മാസ്റ്റർ കോപ്പി വാങ്ങിച്ചതിന് ശേഷം മാസ്റ്റർ കോപ്പിയിൽ വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കും, പാൻ നമ്പർ ഉണ്ടായിരിക്കും, അഡ്രസ് ഉണ്ടായിരിക്കും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. PPID എന്ന് പറയും. DPID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഈ പറയുന്ന ഡെപ്പോസിറ്ററി അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ ക്ലയന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞ 2 നമ്പർ കൂടി ചേർന്നതാണ്. അറിയാം. കാരണം ഇതില് നമുക്കിപ്പോ ലിസ്റ്റഡ് അല്ലാത്ത ഷെയറുകൾ നമ്മുടെ ബ്രോക്കർ അക്കൗണ്ടിലോട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കണം. അതെ അതെ അതെ. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് ഈ പറയുന്ന ഈ ബ്രോക്കേഴ്സ് ആക്റ്റീവ് അല്ലാതെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് വരുന്ന സ്വപ്നം. ഒരു ക്ലയന്റിന്റെ ഒരു ചെറിയൊരു ഇഷ്യൂവിന് ഞാൻ പറഞ്ഞുതരാം. അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഡിജിറ്റ് ഒന്നും മാറിപ്പോയി. പണ്ട് തുടങ്ങിയതാ. പണ്ട് തുടങ്ങുമ്പോ എന്ന് പറയുമ്പോ 20 വർഷം മുമ്പുള്ള ഒരു സംഭവം എന്ന് പറയുമ്പോ പണ്ട് ഈ പറഞ്ഞ പോലെ ബാങ്കുകളൊന്നും അത്രയും നെറ്റോ ഇന്റർനെറ്റോ OTP സൗകര്യങ്ങളോ ഇല്ലാത്ത സമയമായിരുന്നു. അന്ന് ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് കൊടുത്തത്. അപ്പൊ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തപ്പോ അതിലെ അക്കൗണ്ട് നമ്പറിന്റെ ഡിജിറ്റ് ഇത് മാറി. അപ്പൊ കമ്പനിക്ക് അയാൾക്ക് എന്തായിരുന്നു, ഡിവിഡൻഡ് കിട്ടേണ്ടതായിരുന്നു. പക്ഷെ ഇയാൾ അതിനെ കുറിച്ച് ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാതെ 20 വർഷത്തോളം ഡിവിഡൻഡ് കിട്ടാതിരിക്കുക. അപ്പൊ കമ്പനിക്കാരൻ വിചാരിച്ചു, അതായത് ഈ പറയുന്ന മെയിൻ കമ്പനി ഉണ്ടല്ലോ, നമ്മൾ ലിസ്റ്റ് ചെയ്ത കമ്പനിക്കാരൻ വിചാരിച്ചതാണ് അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാവും. കാരണം ഇയാളുടെ ഒന്നും റെസ്പോൺസ് ഇല്ല. 20 വർഷമായിട്ട് ഇയാൾക്ക് എന്ത് വരുന്നില്ല, ഡിവിഡൻഡും വാങ്ങുന്നില്ല, ആളൊന്നും വാങ്ങുന്നില്ല. കാരണം ചെക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് റിജക്ട് ആയി വരികയാണ്. കാരണം അക്കൗണ്ട് നമ്പർ തെറ്റാണല്ലോ. അപ്പൊ ഓൾറെഡി കമ്പനിയുടെ കയ്യിൽ കിടക്കോ ഫണ്ട്, കമ്പനിയിൽ കിടക്കുകയാണ്. അങ്ങനെ അയാൾ എന്റെ അടുത്ത് സമീപിച്ചു. ഇതിപ്പോ ഞാൻ ഉണ്ടായ സംഭവം പറഞ്ഞത്. അയാൾ സമീപിച്ചപ്പോ അയാൾ പറഞ്ഞു, ഇത് എനിക്ക് ഇങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഒരു ലെറ്റർ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോക്കുകൾ നിങ്ങൾ തിരിച്ചു വാങ്ങിയില്ലെങ്കിൽ ഇത് ഓപ്ഷന് വെക്കും എന്നുള്ള ഒരു ലെറ്റർ വന്നേക്കുന്നുണ്ട്. ഒരു ഫിസിക്കൽ ലെറ്റർ അയച്ചു. ഓക്കെ, അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നത്. അങ്ങനെ ഇപ്പൊ അത് നമ്മൾ സോൾവ് ചെയ്ത് അയാൾ പുതിയ അക്കൗണ്ട് എടുത്ത് കംപ്ലീറ്റ് സംഭവങ്ങൾ ഡിജിറ്റലൈസ്ഡ് ആക്കി അവരെ ഫുൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇപ്പൊ ഓട്ടോമാറ്റിക്കലി വന്നു തുടങ്ങി. ഇത് നടക്കാൻ വേണ്ടതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങും ഇത് തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ്. കാരണം ഇത് നമുക്ക് നടത്തണമെങ്കിൽ ഒരു ഫിസിക്കൽ സപ്പോർട്ടുള്ള ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇത് മാത്രമല്ല, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ സ്റ്റോക്കുകൾ ഇടക്കിയ സമയത്ത് സ്പ്ലിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബൈ ബാക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ചെയ്യും. ബൈ ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്കുകൾ തന്നെ കമ്പനിക്കാരെന്നെ തിരിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥ. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പൊ നിൽക്കുന്നത് 200 രൂപയാന്ന് വിചാരിക്കുക സ്റ്റോക്കിന്റെ വില. അവർ 400 രൂപയ്ക്കാവും ബൈ ബാക്ക് ചെയ്യാം. പക്ഷെ ഇവർക്ക് അറിയില്ല എങ്ങനെ ബൈ ബാക്ക് കൊടുക്കുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ? അപ്പൊ ഇവർക്ക് അറിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവര് ആകെ പകച്ചു നിൽക്കുക, എങ്ങനെ കൊടുക്കുക. ആ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയാണ്. പിന്നെ ബൈ ബാക്ക് ചെയ്തതിനു ശേഷം സംഭവം 200 ചിലപ്പോൾ 150 പോകുമ്പോഴും ഇവര് പകച്ചു നിൽക്കുകയുണ്ടാവുള്ളൂ. ദേ കനോട്ട് ഡു എനിത്തിങ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പെയ്ഡ് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഫുൾ ടൈം ബ്രോക്കേഴ്സ് ഇപ്പോഴും നിലനിൽക്കുന്നത് ബേസിക്കലി. അല്ലെങ്കിൽ മറ്റൊരു വരുമ്പോ അവര് പോകേണ്ട സമയം കഴിഞ്ഞല്ലോ. അപ്പൊ ഈ സർവീസ് ഒന്നും ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വരുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പാർട്ടിസിപ്പൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സ്റ്റോക്ക് വാങ്ങിച്ചാലും ഈ ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും നമ്മുടെ സ്റ്റോക്ക് കിടക്കുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് എവിടേക്ക് മാറ്റാനും അതുമായി ബന്ധപ്പെടുന്ന ആർക്കും ഇൻവോൾവ് ചെയ്യാനും പറ്റുന്നതാണ്. പക്ഷെ അതിന് ഇപ്പൊ നമ്മൾ പഴയ എയ്റ്റൽ ഫണ്ടിൽ നിന്ന് എടുക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവർക്ക് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൈം മാസ്റ്റർ കോപ്പി ഒക്കെ വെച്ച് അയച്ച് അവരിൽ നിന്ന് റിപ്ലൈ വരും. അതാണ് ആദ്യം ചെയ്യേണ്ട പ്രോസസ്. അങ്ങനെ ക്ലിയർ ആയോ? ഓക്കെ ക്ലിയർ ആയി. മാർക്കറ്റ് മേക്കേഴ്സ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്, സ്റ്റോക്ക് മാർക്കറ്റിലെ പങ്കാളികളെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇത് 13ാമത്തെ ആൾക്കാരാണ്. മാർക്കറ്റ് മേക്കേഴ്സ് ഓർ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. ചില സ്ഥാപനങ്ങളുണ്ട്, അതായത് ചില മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിരിക്കാം, ചില ഹെഡ്ജിങ് കമ്പനികളായിരിക്കാം. ഇവരുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് മാർക്കറ്റിൽ. വേറെ ഒന്നുമല്ല, സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നു വാങ്ങും. ഇപ്പൊ ഒരാള് സെല്ലിംഗ് ഇട്ടു, നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ ബൈ പ്രഷർ ഉണ്ടാവും, ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റിൽ കയറി ബൾക്കായിട്ട് ഇവരവിടെ വാങ്ങും സ്റ്റോക്ക്. അതായത് മാർക്കറ്റിനെ ലിക്വിഡേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഇവരാണ് ഇപ്പൊ സെല്ല് ചെയ്യുന്നത്, ഇടയിൽ ഒരു മീഡിയേറ്റർ പോലെ, അതായത് ലിക്വിഡേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അത്തരം കമ്പനികൾ പറയുന്ന പേരാണ് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ബൈ ഓർ സെൽ അവൈലബിലിറ്റി ഉറപ്പാക്കുന്ന സ്ഥാപനങ്ങൾ. നമ്മളെ റീറ്റെയിലേഴ്സ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കൂടാതെ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സും നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രൈസിന് സ്റ്റെബിലിറ്റി തരുന്നു. ലിക്വിഡിറ്റി എന്ന് പറയുന്ന ലിക്വിഡിറ്റിയാണ് ലോകത്തിലെ
ഏറ്റവും വേണ്ട ഒരു പ്രൊഡക്റ്റിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. എന്താണ്, നമുക്ക് എപ്പോ വേണമെങ്കിൽ ക്യാഷ് ആക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെന്ന് ആവശ്യം. നമ്മളൊരു സ്ഥലം വാങ്ങിച്ചിട്ടു, നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമുക്ക് മോഹവില പറയാം, പക്ഷേ വിറ്റില്ലെങ്കിൽ ഈക്വൽ ടു സീറോ അല്ലെ. അപ്പൊ നമ്മളൊരു സ്ഥലം വാങ്ങിച്ചിട്ട് നമുക്ക് പറയാം 10 ലക്ഷം 50 ലക്ഷം രൂപയുടെ സ്ഥലമാണ് കിടക്കുന്നത്, പക്ഷെ വാങ്ങാൻ ആളില്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ആ സമയത്ത് സീറോ ആണ് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള സംഭവങ്ങളിനേക്കാൾ ഉപരി ഇവിടെ ലിക്വിഡിറ്റി ഉറപ്പാക്കുക, അതായത് ഇന്ന് വേണം ഇന്ന വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്നു എന്ന് ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയ? ഈ 13 ആൾക്കാരാണ് മെയിൻ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന പാർട്ടിസിപ്പൻസ്. സാറേ ഒരു ഡൗട്ട്, ഇവ ലാസ്റ്റ് പറഞ്ഞില്ലേ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്, അവർക്ക് എന്താണ് അപ്പൊ ഗുണം? അവരെങ്ങനെ ശരിക്കും വർക്ക് ചെയ്യുന്നത്? അവർക്ക് ചെറിയ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ഒരു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തു, ഓക്കെ, ഞാൻ വാങ്ങുന്നത് 1000 രൂപയ്ക്കാണ്. ബൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ക്വാണ്ടിറ്റി അല്ല ഈ ബൾക്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായി. ലക്ഷങ്ങളും കോടികളുടെയും എമൗണ്ട് ഓഫ് ഷെയർസ് ആയിരിക്കും വാങ്ങുക, ലക്ഷങ്ങളുടെ നമ്പേഴ്സ് ഓഫ് ഷെയർസ് ആയിരിക്കും വാങ്ങുക. അവര് വിൽക്കുന്നത് 1000 വാങ്ങിച്ച 1001 ആയിരിക്കും ചിലപ്പോൾ, 1000 വാങ്ങിച്ച 1002 വിൽക്കുക. ഒരു സെക്കൻഡിന്റെ സമയം കൊണ്ട് കോടികളുടെ ടേൺ ഓവർ. ബൾക്ക് ഡീലിംഗ് ഒക്കെ നടക്കുന്ന, ബൾക്ക് ഡീലിംഗ്, അതാണ് പറഞ്ഞില്ലേ, ബൾക്ക് ഡീലിംഗ് നടത്തുന്നത് ഇന്ന കമ്പനിക്കാർ ബൾക്ക് ഡീലിംഗ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇൻഫോർമേഷൻസ് കേട്ടിട്ടോ, അവരെയാണ് പറയുന്നത് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ചെറിയ മാർജിൻ ആയിരിക്കും, പക്ഷെ അത് വോളിയം, ഹൈ വോളിയത്തിലായിരിക്കും അവർ ചെയ്യുന്നത്. അതെ, ഓക്കെ. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. അപ്പൊ നമുക്ക് ഇനി ഇത് നമ്മൾ പഠിപ്പിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഈ ഒരു കാര്യം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട് മാർക്കറ്റ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഒന്നും കൂടി ഒരു വിശകലനം ചെയ്യണം. പ്രൈമറി സെക്കൻഡറി എന്ന് പറയുന്ന 2 മാർക്കറ്റാണ് ഇന്ന് ഷെയർ മാർക്കറ്റിലുള്ളത്. പ്രൈമറി മാർക്കറ്റ് പേര് പറയുന്ന പോലെ തന്നെ പ്രാഥമിക മാർക്കറ്റും എന്താ പറയാ ദ്വിതീയ മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും. പ്രാഥമിക മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്? നമ്മള് എൻ്റെ ഒരു പേരിൽ ഒരു കമ്പനി ഉണ്ട്, ഓക്കെ, ABC എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനി ഞാൻ 5 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു, നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റിയും വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നതാണ് ABCനെ ഒന്ന് ലിസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ABCനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ട പ്രൊസീജിയർ ഒക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിന്ന് വാങ്ങിച്ച് ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ഫോർമാറ്റിലേക്ക് കടന്നു. ഇപ്പൊ ABCയുടെ 5 വർഷത്തെ റിപ്പോർട്ട്, പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട്, ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ്, അവരെ എല്ലാ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും റേഷ്യോസും ഒക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ട സംവിധാനം ചെയ്തു. എന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, എന്റെ കമ്പനിയെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുക. അങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്ന ഒരു സംഭവം പബ്ലിക്കിന് വെക്കണം. 1 മാസത്തെ ടൈം പബ്ലിക്കിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. റേറ്റിൽ യാതൊരു വ്യത്യാസം വരുന്നില്ല. ആ 1 മാസം ഒരൊറ്റ റേറ്റ് ആയിരിക്കും. ഇപ്പൊ 400 രൂപയ്ക്കാണ് ഒരു ഷെയർ ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചത്, ആ 400 രൂപയായിരിക്കും എല്ലാവർക്കും 1 മാസം. ആ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് ടൈം കഴിഞ്ഞ ആ മാസം കഴിഞ്ഞാല് കുറച്ച് ദിവസത്തിന് ശേഷം അത് എന്താ പറയും, NSEയിലോ BSEയിലോ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് പ്രോസസ്സ്. അപ്പോ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ IPO ഇറക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ആ സിസ്റ്റമാണ് പ്രൈമറി മാർക്കറ്റ്. നമ്മളൊരു പബ്ലിക്കിന്റെ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു മാസം നമ്മൾ ഇറക്കണമെന്ന് പറഞ്ഞല്ലോ, അതായത് വ്യത്യാസം, റേറ്റിലൊന്നും വ്യത്യാസമില്ലാതെ 1 മാസം പബ്ലിക്കിന്റെ ഫണ്ട് വാങ്ങുന്ന സമാഹരിക്കുന്ന ആ ഒരു ഭാഗമാണ് പ്രൈമറി മാർക്കറ്റ്. അപ്പൊ ഇവിടെ ആരാണ് നിക്ഷേപകര്? നമ്മളെ പോലെയുള്ള ജനങ്ങളാണ് അവിടെ നിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനികൾ ഉണ്ടായിരിക്കും. ഇതിൽ ആർക്കാണ് കൊടുക്കുന്നത്? ഇതിന്റെ ഓണേഴ്സിനാണ് നമ്മൾ ആദ്യത്തെ പ്രൈമറി മാർക്കറ്റിൽ കൊടുക്കുന്നത്. പ്രൈമറി മാർക്കറ്റിൽ നമ്മുടെ ഫണ്ട് പോകുന്നത് ആർക്കാണ്? ഡയറക്റ്റ്. ഇപ്പൊ ടാറ്റയാണ് ഇറക്കുന്നെങ്കിൽ ടാറ്റയുടെ ഓണർക്കാണ് ആ ഫണ്ട് കിട്ടുന്നത്. അതാണ് പ്രൈമറി മാർക്കറ്റ്. IPO ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. ഇവിടെ കമ്പനിക്കാണ് പണം കിട്ടുന്നത്, ഇൻവെസ്റ്റേഴ്സിന് എന്താണ് കിട്ടുന്നത്? പുതിയ ഷെയർ കിട്ടുന്നു. കമ്പനിക്ക് പണം കിട്ടുന്നു, ഇൻവെസ്റ്റേഴ്സിന് പുതിയ ഷെയർ കിട്ടുന്നു. ഓക്കെ, ഇനി എന്താണ് സെക്കൻഡറി മാർക്കറ്റിൽ സംഭവിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയർ കിട്ടി കുറച്ച് നാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു, ഷെയർ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ കമ്പനിക്കാരെന്ത് ചെയ്യുന്നു? ഷെയർ ലിസ്റ്റ് ചെയ്യുന്നു, NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. കമ്പനി ലിസ്റ്റ് ചെയ്തതിനു ശേഷം ആ ലിസ്റ്റിങ്ങിന് ശേഷം ഷെയർ ട്രേഡ് ചെയ്യപ്പെടുന്നു. പുതിയ പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നു, വാങ്ങുന്നു. ആരിൽ നിന്ന് വാങ്ങുന്നു? നമ്മൾ ആരൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരിൽ നിന്ന് വാങ്ങുന്നു. അപ്പൊ ഇവിടെ ആരാണ് ഇൻവെസ്റ്റേഴ്സ്? ആർക്കാണ് സെല് ചെയ്യുന്നത്? പുതിയ ഇൻവെസ്റ്റേഴ്സിനാണ്
സെല് ചെയ്യുന്നത്. ആർക്കാണ് പൈസ കിട്ടുന്നത്? ആരാണോ സെല് ചെയ്ത് ആ സെല് ചെയ്ത ഇൻവെസ്റ്റർക്കാണ് ആ പൈസ കിട്ടുന്നത്. അപ്പൊ അവിടെ ഈ സെക്കൻഡറി മാർക്കറ്റിലാണ് നമ്മൾ ഈ പറയുന്ന ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. എങ്ങനെയാണോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്? മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, മാർക്കറ്റിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പുതിയ ന്യൂസുകൾ, അതുപോലെ തന്നെ അവരെ വോളിയം, കൂടുതൽ ആൾക്കാർ വാങ്ങാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ താഴ്ചയിൽ കൂടുതൽ വാങ്ങാം എന്ന പ്രതീക്ഷയിൽ കൂടുതൽ ആൾക്കാർ വാങ്ങുന്നു. ഇങ്ങനെ ഇൻവെസ്റ്റർ ടു ഇൻവെസ്റ്റർ ഇടപാടാണ് സെക്കൻഡറി മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നിഫ്റ്റിയുടെ മൂവ്മെന്റും അതുപോലെ തന്നെ ഇമോഷൻ ആണ് ഇപ്പോഴും ഈ പറയുന്ന പ്രൈസ് മൂവ്മെന്റിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ ഘടകം. നമ്മൾ പറയില്ലേ, ഈ പറയുന്ന നമ്മൾ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവരെ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ന്യൂസിനെ ബേസ് ചെയ്തിട്ട് ഇമോഷൻസ് കൂടി വാങ്ങി വെക്കുന്നു. ചിലർക്ക് വാങ്ങിച്ച ഷെയറുകൾ വിൽക്കാൻ പോലും താല്പര്യമില്ലാത്ത കുറെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. കാരണം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ആ കമ്പനിയുടെ ഷെയർ കൈക്കലാക്കുക എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്ന, ഇതൊക്കെ ഇമോഷന്റെ പുറത്താണ് ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നത്. അപ്പോൾ അത് സെക്കൻഡറി മാർക്കറ്റിലാണ് സംഭവിക്കുന്നത്. ഇൻവെസ്റ്ററിൽ നിന്ന് വേറെ ഇൻവെസ്റ്ററിലേക്ക് പോകുന്ന ഇടപാടാണ് സെക്കൻഡറി മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോ എന്താണ് പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റിൽ ചെറിയൊരു ഡിഫറൻസ് കൂടി ഞാൻ പറഞ്ഞാൽ, പ്രൈമറി മാർക്കറ്റിൽ ആരാണ് ഷെയർ വിറ്റത്? കമ്പനിയാണ് ഷെയർ വിൽക്കുന്നത്. സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സ് ആണ് വിൽക്കുന്നത്. ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ് സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കുന്നത്. എവിടെയാണ് പ്രൈമറി മാർക്കറ്റിൽ നമുക്ക് ഷെയർ കിട്ടുന്നത്? IPO ആയിട്ടും റൈറ്റ് ഇഷ്യൂ ആയിട്ടും FPO എന്ന് പറയുന്നതൊക്കെ ആയിട്ടാണ് നമുക്ക് എന്താണ് പ്രൈമറി മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത്. സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ NSE BSE സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിക്കാണ് നമുക്ക് കിട്ടുന്നത്, ഷെയർസ് കിട്ടുന്നത്. പണം ലഭിക്കുന്നത് ആർക്കാണ്? പ്രൈമറി മാർക്കറ്റിൽ കമ്പനിക്കാണ്, ഇതിന്റെ മെയിൻ ഓണർക്കാണ് ലഭിക്കുന്നതെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ പണം ലഭിക്കുന്നത് ആരാണോ ആ സ്റ്റോക്ക് സെല് ചെയ്യുന്ന അയാൾക്കാണ്. ഓക്കെ, വില എങ്ങനെ നിശ്ചയിക്കുന്നു? പ്രൈമറി മാർക്കറ്റിൽ ഒരു നിശ്ചിത പ്രൈസിലാണ് ഈ പറയുന്ന ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരു നിശ്ചിത പ്രൈസ് എന്ന് പറഞ്ഞാൽ 400 രൂപയാണ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ 400 രൂപ തന്നെയായിരിക്കും. സെക്കൻഡറി മാർക്കറ്റിൽ ആ 400 രൂപ ഡിമാൻഡ് മാറി എന്താ പറയാ, അവിടെ വ്യത്യാസം, വോളിയം സപ്ലൈയിലുള്ള ഡിഫറൻസ്, ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ച് എന്താണ് സെക്കൻഡറി മാർക്കറ്റിലുള്ള റേറ്റ് വ്യത്യാസം വരുന്നിട്ടാണ് ചെയ്യുന്നത്. ഷെയർസ് ഫ്രഷ് ആണോ? പ്രൈമറി മാർക്കറ്റിൽ പുതിയ ഷെയർസ് ആയിരിക്കും നമുക്ക് കിട്ടുക. സെക്കൻഡറി മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് ഷെയർസ് ആയിരിക്കും കിട്ടുക. ഡൗട്ടുകൾ ഉള്ളവർക്ക് ചോദിക്കണ്ടോ? ഞാനിപ്പോ സ്പീഡപ്പ് ആയിട്ട് പറഞ്ഞു പോകണമെന്ന് നോക്കണ്ട, ചോദിക്കാം. റിസ്ക് ലെവൽ കമ്പാരിറ്റീവ്ലി ലോവർ ആണ് പ്രൈമറി മാർക്കറ്റിൽ. അതായിരിക്കും കാരണം. എന്താണ് റിസ്ക് ലെവൽ ലോവർ ആവാൻ കാരണം പ്രൈമറി മാർക്കറ്റിൽ? വേറെ ഒന്നല്ല, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇല്ലല്ലോ. നമ്മളൊരു 400 രൂപ വന്നിട്ട് അടുത്ത ഇന്ന് ഒരു മാസത്തെ ടൈം ഉണ്ട്, ഇന്ന് വാങ്ങിച്ചാലും ഒരാഴ്ച കഴിഞ്ഞ് വാങ്ങിച്ചാലും പ്രൈസിൽ വ്യത്യാസം വരുന്നില്ല, 400 തന്നെയാണ്. അതാണ് മെയിൻ ഡിഫറൻസ്. മറ്റേതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, എപ്പോ വേണമെങ്കിലും പ്രൈസ് കുറയാൻ കൂടാം എന്നുള്ളൊരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഇതാണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇത് നാളെ നമുക്ക് എടുക്കാം, നാളെ എല്ലാം പറ്റുന്ന. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ക്ലിയർ ആയി. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ഒരു ക്ലാരിറ്റി നമ്മൾ പറഞ്ഞു നിർത്തി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുവരെ കേട്ടതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ സംശയങ്ങളോ എന്തെങ്കിലും പറയാം?